ചങ്ങ സ്രാവല്ലേ? സാധനം എങ്ങനെയുണ്ട്? മീൻ കൊമ്പലല്ലടാ, അടിപൊളി സാധനം. രാജാവല്ലേ? എടാ നമ്മ ഉമ്മ പറഞ്ഞിട്ടുണ്ടേ ഇത് ഗർഭിണികൾക്ക് സാധനം മരുന്നാണ്, നല്ല സാധനമാണ്, കൊടുക്കാൻ പറ്റുന്നുള്ളത്. അതിനെ പറ്റി എന്താ എന്റെ അഭിപ്രായം? അത് നല്ലൊരു ചോദ്യമാണ്. അത് ഒരുപാട് ആൾക്കാരെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അതിൽ തെറ്റുണ്ട്. മെർക്കുറി കണ്ടന്റ് കൂടിയ സാധനമാണ് സ്രാവ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്കോ പ്രസവം കഴിഞ്ഞ നടക്കുന്ന കുട്ടികൾക്കോ സ്ത്രീകൾക്കോ കൊടുക്കാൻ പാടില്ല. മെർക്കുറി കണ്ടുണ്ട്, സയന്റിഫിക്കലിലെ കാര്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, പല ആൾക്കാരും കൊടുക്കലൊക്കെ ഉണ്ട്. പക്ഷെ മെർക്കുറി കണ്ടന്റ് ഇല്ല മീനാണ്. അപ്പൊ ഒരു ഡേഞ്ചർ സംഭവമാണ് മെർക്കുറി നമുക്ക് അറിയണല്ലേ. അപ്പൊ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. സ്രാവ് പ്രസവിച്ച സ്ത്രീകൾക്കും അതായത് ഗർഭിണിയായ സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം മെർക്കുറി കണ്ടന്റ് ഇല്ല മീനാവുന്നത്, ഹെവി മെർക്കുറി കണ്ടന്റ് ആണ്. അപ്പേ നമ്മൾ ചങ്ക് സ്രാവിനെ കുറിച്ചൊരു സംശയം ചോദിച്ചപ്പോ നമുക്ക് ഇതിനെ കുറച്ച് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഭയങ്കര ഇതിന്റെ ഫോസിലുകളുടെ പഠനം പറയുന്നത് 440 വർഷങ്ങൾക്ക് മുമ്പൊക്കെ, അതായത് പുരാതന കാലത്ത് പഴയ കാലത്ത് എന്താ പറയുക, ആ കാലത്ത് മുതലേ ഉള്ള ഒരു മീനാണ് സ്രാവ്. അതിന്റെ ഫോസിലുകളുടെ പഠനം നോക്കുമ്പോൾ അത്രയും പഴക്കം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് പുറത്ത് 440 തരം സ്രാവുകളുണ്ട്. അപ്പൊ പല ആൾക്കാർക്കും ഒരു സംശയമാണ് എന്തുള്ളത്, സ്രാവ് അപകടകാരിയാണോ എന്നുള്ളത്. ഒരിക്കലും അല്ല. 440 തരം സ്രാവുകളുള്ള ഈ ലോകത്ത് വെറും 3 തരം സ്രാവുകൾ മാത്രമാണ് അക്രമാധികാരികൾ. ബാക്കി എല്ലാം നമ്മൾ സാധാ മീനുകളെ മാതിരി തന്നെയാണ്. അതുപോലെ തന്നെ ഈ മറ്റു മീനുകളെ പോലെ ഇതിന് ചെറുമ്പലും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് പ്രത്യേകത ഒരു തൊലിയാണുള്ളത്. ഈ കടലിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ശരീരത്തിൽ പദാർത്ഥങ്ങൾ ഉണ്ടാവും. ആ പദാർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന് പല കാരണങ്ങൾ, ഇതിന് ശബ്ദത്തിൻ്റെ തരംഗങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ്. പിന്നെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ദൂരത്തേക്കുള്ള നോട്ടം, അതേമാതിരി ദീർഘദൂര കാഴ്ച കൂടുതലുള്ള മീനാണ് സ്രാവ്. അതുപോലെ തന്നെ ഇതിന്റെ ചെവി എന്ന് പറയുന്നത് ഈ തലനോട് ചേർന്നിട്ടാണ് അവിടെ പാട്ടില്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാനുണ്ട്. അതുമായി ഇതല്ല, ഇതിനപ്പുറം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും പിടികിട്ടും. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായ എന്ത് ചെയ്യുക, എല്ലാവർക്കും പാടെ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ.